സുഗമോ ദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാവതിയും സിദ്ധാർത്ഥനും ഗിരീഷും രജനിയും ക്ഷണിച്ചത് പ്രകാരം അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം രജനിയാണെങ്കിൽ പറയുന്നുണ്ട് ദേവിക ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഇല്ല. കാരണം ഗിരിയെയും അച്ഛനെയും ഒരുമിച്ച് ഫേസ് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ആ മാലിന്യ പ്ലാന്റിന് ഒപ്പിട്ട് കൊടുത്തതല്ലേ, അതിന്റെ ഒരു ചടപ്പുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, അവൾ ഉറപ്പായിട്ടും എത്തുമെന്ന്. പിന്നീട് മുരളിയോട് മനസ്സ് തുറക്കുകയാണ് ദേവിക. ഇസബല്ല കോളേജ് കാലഘട്ടം മുതലേ നന്ദനിൽ കണ്ണുവെച്ചവളാണ്, പക്ഷെ അത് നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പൊ അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ഒരു സംശയമുണ്ട് മുരളിയേട്ട എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ അങ്ങനെയൊന്നും മനസ്സ് ചലിക്കുന്നവനല്ല. നന്ദന്റെ ജീവിതത്തിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂ, അത് ദേവികയാണ്. അതൊക്കെ എനിക്കറിയാം, പക്ഷെ അവളുടെ ഇടപെടൽ അത്ര നല്ലതല്ല. അവള് മോശപ്പെട്ട കണ്ണോടുകൂടി തന്നെയാണ് നന്ദനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ദേവിയാണെങ്കിൽ പറയുന്നു. മുരളിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവിക പറയുന്നതിന്റെ പൊരുൾ, പക്ഷെ അവനാണെങ്കിൽ അത് ദേവിയുടെ മുന്നിൽ കാണിക്കുന്നില്ല. എന്തായാലും നന്ദന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് ശരിയല്ല എന്നുള്ള കാര്യം ഏകദേശം മുരളി മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഇസബലയാണെങ്കിൽ നന്ദൻ വരുമോ അതോ ദേവിക്കൊപ്പം ഫംഗ്ഷന് പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ്. നന്ദനെ വിളിക്കുന്നുണ്ട്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഇസബലയ്ക്കാണെങ്കിൽ സന്തോഷമാവുന്നു. അവൾ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഋഷിയെ വിളിക്കണം. നമ്മുടെ പ്ലാനിങ് ഏകദേശം സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ദേവിക ഇന്നലെ എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ടിരുന്നു, പക്ഷേ ഞാൻ കരുതിയത് നന്ദൻ ഇന്ന് ഫാമിലി ഫംഗ്ഷന് പോകുമെന്നാണ്. ഇന്ന് എന്നോടൊപ്പം വന്നിരിക്കുന്നു, അതിനർത്ഥം ഏകദേശം എല്ലാം നമ്മുടെ വഴിക്ക് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് ഇനി അവനെ നീ സ്വന്തമാക്കണം, ആ ദേവികയിൽ നിന്നും എന്നേക്ക് പോയിട്ട് നന്ദനെ അകറ്റണം. ഋഷി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇപ്പൊ നിന്റെ മരണ വാർത്ത പുറത്താകുമെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് നന്ദൻ എന്റെ പിന്നാലെ എങ്ങനെ നടക്കുന്നത്. പക്ഷേ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാം തകർന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും പുറലോകം അറിയാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് നന്ദനും വീട്ടുകാരും. അവന്റെയൊക്കെ അവസാനം കണ്ടിട്ടേ ഞാൻ എന്റെ മരണവാർത്ത സത്യമല്ലെന്നുള്ള കാര്യം അറിയിക്കുകയുള്ളൂ. അപ്പോഴേക്കും അവിടേക്ക് നന്ദൻ വരികയാണ്. ഋഷി നന്ദൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഇസബല ഫോൺ വെക്കുന്നു. നന്ദു നീ വരില്ല എന്ന് ഞാൻ കരുതിയത്, അത് പിന്നെ ഫാമിലി ഫംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, രജനി ചേച്ചി പ്രഗ്നന്റ് ആണ്, അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോ ഞാനപ്പോ നന്ദനെ ബുദ്ധിമുട്ടിച്ചോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ ദേവിക എന്നെ വിളിച്ചു പറഞ്ഞത് അങ്ങനെയൊക്കെയാണല്ലോ. എന്ത് വിളിച്ചു? ദേവിയെ ഇസബല്ല അങ്ങോട്ട് വിളിച്ചു എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അത് പച്ചക്കളാണ്, ദേവികയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നന്ദൻ എന്നോടൊപ്പം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ദേവിക എന്തിനാ മറ്റൊരു കണ്ണോട് കൂടിയിട്ട് ഈ ഒരു സൗഹൃദത്തെ കാണുന്നത്? ഞാൻ നന്ദനെ സ്വന്തമാക്കുമോ എന്നുള്ള പേടി ദേവികയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അറിയാലോ, ദേവിക്ക് ഞാനെന്ന് വെച്ച ജീവനാണ്. അതിപ്പോ അവൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കണ്ട. ദേവി അങ്ങനെ സംശയിക്കുന്ന കൂട്ടത്തിലൊന്നല്ല. അവൾക്കറിയാം അവളെ മറന്ന് മറ്റൊരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കുകയില്ലെന്ന്. ഇത് കേട്ട് ഇത്തവളിക്കാണെങ്കിൽ അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. എന്തായാലും നന്ദൻ മറ്റൊരു കാര്യം കൂടിയും അറിഞ്ഞേക്കണം. എന്റെ പാപ്പൻ ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ദേവിക DGPയെ സമീപിക്കാൻ പോവുകയാണെന്ന്. അതുകൂടി ആയാൽ ഉറപ്പായിട്ടും കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോകുമെന്നൊക്കെ പറയുമ്പോ അത് ബ്ലോക്ക് ചെയ്യാൻ എനിക്കറിയാം എന്നൊക്കെ നന്ദൻ പറയണം. നന്ദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഋഷിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയാണ് ഞാനിപ്പോ വിളിച്ചത്. പിന്നെ ഋഷി മരിച്ചു, അത് നമുക്ക് എങ്ങനെയെങ്കിലും മൂടി വെക്കണം. നന്ദനെ ജയിൽവാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നന്ദനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷെ അത് ദേവിക മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ പോയാൽ ദേവികയായിരിക്കും ഇല്ലത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ദേവിക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതാണ് പ്രശ്നം എന്നൊക്കെ നന്ദൻ പറയുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ സർപ്രൈസ് ആണ്. നന്ദൻ വായു എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നീട് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവിടത്തേക്ക് RK നായർ എത്തുകയാണ്. സമരം ചെയ്യുന്നത് ഈ ഗിരീഷാണെന്നും അതിന്റെ നേതാവ് ഗിരീഷാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നായർ അങ്ങോട്ട് എത്തുന്നത്. ഇത് കണ്ട് സിദ്ധാർത്ഥനും പ്രഭാവതിയും അവിടെ നിൽക്കുന്നുണ്ട്. ഗിരീഷ് എന്താ നായരെ ഈ വഴിക്കെന്നൊക്കെ ചോദിക്കുമ്പോ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അച്ഛൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സമരത്തിൽ നിന്നും ഗിരീഷ് പിന്മാറുന്നതായിരിക്കും നല്ലത്. എല്ലാവരുടെയും ശക്തമായിട്ടുള്ള പ്രതിഷേധം മറികടന്നുകൊണ്ടാണ് പ്ലാന്റേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗിരിയെ പോലുള്ളവരെ തകർക്കാനായിട്ട് ഞങ്ങൾക്ക് അത്ര സമയമൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് ഡയലോഗ് അടിക്കാതെ എന്താന്ന് വെച്ച് ചെയ്ത് കാണിക്ക്. പക്ഷെ ആ പ്ലാന്റ് അധിക കാലമൊന്നും പ്രവർത്തിക്കത്തില്ല, അത് ഉറപ്പാണെന്ന് ഗിരീഷ് പറയുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ചീള് ഭീഷണിയുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നു പോരുത്. ഇത് നിങ്ങൾ കാണുന്ന ആളുകളല്ല, ഗിരി മറ്റൊരാളെന്ന് പറഞ്ഞുകൊണ്ട് ഗിരിയാണെങ്കിൽ അവിടെ നിന്നും നായരെ വിട്ടയക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കേട്ട് ആകെ പേടിച്ചു പോകുന്നുണ്ട് രജനി. സിദ്ധാർത്ഥനാണെങ്കിൽ ഈ ഒരു ഭീഷണിയിലൊന്നും തന്നെ പേടിക്കരുതെന്ന് ഗിരിയെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.